الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائز. بسم الله الرحمن الرحيم. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم. صدق الله العظيم. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് ശഅബാൻ മാസത്തിന്റെ ഈ സയ്യിദുൽ അയ്യാമാകുന്ന വെള്ളിയാഴ്ച നമ്മയെല്ലാം അവന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹുവിൻ ജന്നാത്തുൻ നഈമിൽ നമ്മയെല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അടിമകളായ നമ്മൾ ഉടമയായ റബ്ബിനോട് ചെയ്തു പോയ എല്ലാ പാപങ്ങളും നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ, അന്ത്യശ്വാസം വരെയും ഏകനായ അല്ലാഹുവിനെ പരിപൂർണമായി വഴിപ്പെട്ട് ജീവിച്ച് ഒരു യഥാർത്ഥ മുഅ്മിനായി ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പടച്ചവൻ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ശഅബാൻ മാസത്തിന്റെ ബറാഅത്ത് രാവിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന തിങ്കളാഴ്ച അസ്തമിച്ചാൽ ശഅബാൻ 15 രാവാണ്. പിറ്റേന്ന് ചൊവ്വാഴ്ച പകൽ ശഅബാൻ 15 നോമ്പുമാണ്. ശഅബാനുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രത്യേകതകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ശഅബാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവ് 15ാമത്തെ രാവാണ്. മഹാന്മാർ അതിന് പേരിട്ടതാണ് ബറാഅത്ത് രാവ്. ഈ പേര് മാത്രമല്ല, നിരവധി പേരുകൾ ശഅബാൻ 15 രാവിന് മഹത്തുക്കൾ പറയുന്നുണ്ട്. ആ പേരുകളെല്ലാം ആ രാവിന്റെ പ്രത്യേകതകളും അതിന്റെ മഹത്വങ്ങളും സൂചിപ്പിക്കുന്നതാണ്. ഒരു പേര് കാണാം, ലൈലത്തു ഈദുൽ മലായിക. ശഅബാൻ 15 രാത്രി മലക്കുകളുടെ പെരുന്നാൾ രാത്രിയാണ്. മലക്കുകളുടെ പെരുന്നാൾ രാത്രിയാണ് ശഅബാൻ 15. എന്തുകൊണ്ട്? യജ്തമഉ ജമീഉൽ മലായികത്ത് ഇൻദ ഹളറത്തിൽ ഖുദ്സ്. ഒരു വർഷത്തിൽ അല്ലാഹുവിന്റെ മലക്കുകൾ മുഴുവനും അല്ലാഹുവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു രാത്രിയുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകളുടെ എണ്ണം നമുക്കറിയാം, ലോകത്തൊരാൾക്കും അറിയില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ യഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലാഹു കൽപ്പിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കുന്നവരാണ്. അല്ലാഹുവിനെ അനുസരണകളില്ലാത്ത, അല്ലാഹുവിന്റെ കൽപ്പനയുടെ അനുസരിക്കുന്നതിനിടയിൽ ക്ഷീണമോ തളർച്ചയോ ഭക്ഷണമോ വെള്ളമോ ഒന്നും ആവശ്യമില്ലാത്ത, അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്നൊരു അണുമണി തൂക്കം പിന്നോട്ട് പോകാത്ത അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് മലക്കുകൾ. ഈ മലക്കുകൾ, ഈ എണ്ണമറ്റ മാലാഖമാർ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുന്ന ഒരു രാത്രിയുണ്ട്. അത് ശഅബാൻ 15 രാത്രിയാണ്. സാധാരണ മുഅ്മിനീങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നത്, ഏറ്റവും കൂടുതൽ ഒരുമിച്ച് കൂടുന്നത് പെരുന്നാളിനാണ്. ഇതുപോലെ അല്ലാഹുവിന്റെ മലക്കുകൾ എല്ലാവരും കൂടി അല്ലാഹുവിന്റെ അടുക്കൽ ഏകനായ റബ്ബിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുന്ന രാവാണ് ശഅബാൻ 15. അപ്പോൾ അന്നവർക്ക് പെരുന്നാൾ പോലെയാണ്, സന്തോഷമാണ്, അന്നവർക്ക് ആഘോഷമാണ്. അങ്ങനെ ഒരു പേര് ഈ രാത്രിയുണ്ട്. മറ്റൊന്ന് സർവ്വസാധാരണമായി നമ്മൾ പറയാറുള്ള ലൈലത്തുൽ ബറാഅ, മോചനത്തിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നമ്മളോടുള്ള കാരുണ്യത്തിന്റെ, നമ്മളോടുള്ള ദയയുടെ ഭാഗമാണ്. എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരുപാട് ചാൻസ് അല്ലാഹു നമുക്ക് തരുന്നു. ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും നമ്മൾ സ്വർഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നരകത്തിലേക്ക് അടുക്കുകയാണ്. കാരണം എന്താ? നമ്മൾ പറയുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത് പലതും നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നരകത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്.
എന്നാൽ ആ നരകത്തിൽ നിന്ന് മോചനം നേടാൻ അല്ലാഹു തആല ചില രാത്രികൾ നിങ്ങൾക്ക് തരും, ചില പകലുകൾ അല്ലാഹു തആല നിങ്ങൾക്ക് തരും, ചില സമയങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് തരും. അങ്ങനെയുള്ള വാർഷികമായ അല്ലാഹു തആല നിങ്ങൾക്ക് തരുന്ന ഒരു രാത്രിയാണ് ശഅബാൻ 15ന്റെ രാത്രി. അന്ന് ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ടത്രേ. ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹുവിന്റെ ശ്രദ്ധയുണ്ടാകുമത്രേ. എന്നിട്ട് അല്ലാഹു തആല ഭൂമി ലോകത്തുള്ള മനുഷ്യരോട് വിളിച്ചു പറയുകയാണ്, അലാ മിൻ മുസ്തഗ്ഫിറു ഫഅഗ്ഫിറു ലാ. ഈ രാത്രി, ഈ ബറാഅത്തിന്റെ രാത്രി, എന്റെ അടിമകൾക്കായി ഞാൻ നരകമോചനം രേഖപ്പെടുത്തുന്ന രാത്രി. ആരുണ്ടടോ എന്നോടൊന്ന് പൊറുക്കലിനെ തേടാൻ? അള്ളാഹു അവന്റെ അടിമകളോട് വിളിച്ചു ചോദിക്കുകയാണ്. കാരണം എന്തേ? നമ്മളൊക്കെ പാപങ്ങൾ പുറത്ത് രക്ഷപ്പെട്ടിട്ട് അള്ളാഹുവിന് ലാഭവുമില്ല. പിന്നെന്തുകൊണ്ടാണ് അള്ളാഹ് നമ്മളോട് വിളിച്ചു പറയുന്നത്? അള്ളാഹുവിന് നമ്മളോടുള്ള കാരുണ്യമാണ്, അള്ളാഹുവിന് നമ്മളോടുള്ള കൃപയാണ്. ആ വിഭാഗത്തിൽ പെടാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് അല്ലാഹ് ഓരോന്ന് വിളിച്ചു ചോദിക്കും, എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു തആല രാവിൽ ചോദിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു തആലയോട് കൈ ഉയർത്തിക്കൊണ്ട്, ഹൃദയങ്ങൾ തുടിച്ചുകൊണ്ട്, വിറച്ചുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നവർക്കെല്ലാം അല്ലാഹ് പുറത്തു കൊടുക്കും. ചോദിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തത് പേര് ലൈലത്തുൽ ഖിസ്മ. ലൈലത്തുൽ ഖിസ്മ, വിഭജനത്തിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ അല്ലാഹു തആല അവന്റെ സൃഷ്ടികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, സന്തോഷമാകട്ടെ സന്താപമാകട്ടെ, ഖൈറാകട്ടെ ഷർറാകട്ടെ, ഇത് മുഴുവനും അല്ലാഹ് അവന്റെ മാലാഖമാരെ ഏൽപ്പിക്കുന്ന രാത്രി. അത് ശഅബാൻ 15ന്റെ രാത്രിയാണ്. അള്ളാഹുവിലേക്ക് അവന്റെ അടിമകളുടെ അമലുകളെ ഉയർത്തപ്പെടുന്ന രാത്രിയും ശഅബാൻ 15ന്റെ രാത്രിയാണ്. അതല്ലേ തിരുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, അങ്ങ് എല്ലാ മാസത്തിനേക്കാൾ ഉപരി ശഅബാനിൽ കൂടുതൽ നോമ്പെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ശഅബാനിൽ ഇബാദത്തിന് വേണ്ടി അങ്ങ് സമയം കൂടുതൽ ചെലവഴിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ തങ്ങൾ പറഞ്ഞ ഒരു മറുപടി, ഇന്ന അഅമാലൽ ഇബാദ യുർഫഉ ഇലല്ലാഹ്. ഈ ശഅബാനിലാണ് അല്ലാഹു തആലയിലേക്ക് അവന്റെ അടിമകളുടെ അമലുകളെല്ലാം സമർപ്പിക്കപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ശഅബാൻ മുതൽ ഈ ശഅബാൻ വരെ എന്തൊക്കെ അമലുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ മലക്കുകൾ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. നന്മയാകട്ടെ തിന്മയാകട്ടെ, ഖൈറാകട്ടെ ഷർറാകട്ടെ, നമ്മൾ മറന്നാലും അള്ളാഹുവിന്റെ മലക്കുകൾ മറക്കില്ല. കാരണം അവരാ സ്പോട്ടിൽ അത് റെക്കോർഡ് ചെയ്യും. എല്ലാം രജിസ്റ്ററാണ്. എന്നിട്ട് അള്ളാഹുവിന് അവന്റെ അടിമകളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. അങ്ങനെ അതിനൊരു റെക്കോർഡിന്റെ ആവശ്യമില്ല, രജിസ്ട്രേഷന്റെ ആവശ്യമില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഒരു സംവിധാനം അങ്ങനെയാണ്. കാരണം നാളെ പരലോകത്ത് വരുമ്പോൾ നമ്മൾ നിഷേധിക്കാൻ പാടില്ല. നിഷേധിക്കുമ്പോൾ അള്ളാഹു തആല ഇതെടുത്ത് കാണിച്ചു തരും. ഈ റെക്കോർഡ് ബുക്ക് എടുത്തങ്ങ് കാണിച്ചു തരും. അപ്പൊ ഇതിങ്ങനെ എഴുതിയിട്ട് മലക്കുകൾ ഒരു വർഷത്തിൽ ഒരിക്കലാണ് അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ട് ഇത് സമർപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ അമലുകൾ സമർപ്പിക്കപ്പെടുന്ന രാത്രിയാണ് ശഅബാൻ 15ന്റെ രാവ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിമുൻ. തിരുനബി പറഞ്ഞു, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ എന്റെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് മലക്കുകൾ എന്റെ അമൽ അല്ലാഹുവിന്റെ മുമ്പിൽ കാണിക്കുമ്പോൾ അന്ന് ഞാൻ നോമ്പുകാരനായിരിക്കണം. ഇതുകൊണ്ടാണ് ശഅബാനിൽ ഞാൻ കൂടുതൽ നോമ്പെടുക്കുന്നതെന്ന് ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ലൈലത്തുൽ ഇജാബ, ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാണിത്. ശഅബാൻ 15ന്റെ രാത്രി. ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ശരീരമില്ല, അല്ലാഹുവിന് ഇറങ്ങലോ കയറലോ ഇല്ല. പിന്നെ ഒന്നാം ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടിമകളെ കാത്തിരിക്കുന്ന ഒരു രാത്രി. എല്ലാ ദിവസവും പാതിരാത്രി അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ അടിമകളെ കേൾക്കുന്നുണ്ട്. അത് എല്ലാ രാത്രിയുമുണ്ട്. അതാണ് തഹജ്ജുദിന്റെ സമയം. തഹജ്ജുദിന്റെ സമയം ഭൂരിഭാഗം ആളുകളും അശ്രദ്ധയിൽ നല്ല ഉറക്കത്തിലാകുമ്പോൾ
ആ സമയത്ത് ഏകനായ റബ്ബിനെ വിളിക്കാൻ, അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ആരാണ് ഇരിക്കുന്നതെന്ന് അള്ളാഹു തആല ശ്രദ്ധിക്കും. ഇതുപോലെ ശഅബാൻ 15 രാത്രിയിലും ബറാഅത്തിന്റെ രാവിലും അല്ലാഹു തആല നമ്മളെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തആല തട്ടുകയില്ല. റിസ്ക് ചോദിച്ചാൽ അല്ലാഹ് റിസ്കിനെ തട്ടുകയില്ല. നിന്റെ പ്രയാസങ്ങൾ മാറാൻ ആവശ്യപ്പെട്ടാൽ അല്ലാഹു തആല പ്രാർത്ഥന തട്ടുകയില്ല. അതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന രാത്രി. സൂറത്തു ദുഖാൻ ആയത്ത് എങ്ങനെയാണ്? ഞാൻ ആമുഖമായിട്ട് എഴുതി വെച്ച ആയത്ത്, ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണത്. മഹാന്മാർ പറഞ്ഞു, ഏത് രാത്രി? അത് ശഅബാൻ 15 രാത്രിയാണ്. അതുകൊണ്ട് ഒരല്പം ഉറക്കമഴിക്കണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുറെ സുജൂദിൽ കിടക്കണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനോട്, ഏകനായ റബ്ബിനോട് കരമുയർത്തി ദുആ ചെയ്യണം, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മറ്റൊരു പേര് ലൈലത്തുൽ ശഫാഅ, ശുപാർശയുടെ രാത്രിയാണ് ശഅബാൻ 15. എന്തുകൊണ്ട്? ഈ രാത്രിയല്ലേ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ നബിയെ കാണാതായത്. ഈ രാത്രിയല്ലേ തന്റെ വീട്ടിൽ കിടന്നുറങ്ങിയ നബിയെ കാണാതായപ്പോൾ ആയിഷ ബീബി ആ പാതിരാത്രി പുറത്തിറങ്ങി നോക്കിയത്. അങ്ങനെ ആയിഷ ബീബി പുറത്തിറങ്ങി നോക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ബഖീയിലുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട സഹാബാക്കളെ ഖബറടക്കപ്പെട്ടിരിക്കുന്ന ജന്നത്തുൽ ബഖീയിലുണ്ട്. ആ രാത്രി ഇങ്ങനെ നബി തങ്ങളുടെ ആ നിഴല് കാണുമ്പോൾ ആയിഷ ബീവി തൊട്ടരികിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, ആയിഷ, നീ എന്നെ കുറിച്ച് എന്തെങ്കിലും സംശയിച്ചു പോയോ? നീ എന്നെ കുറിച്ച് എന്തെങ്കിലും ആശങ്കപ്പെട്ടു പോയോ? ഈ രാത്രി ഏതെന്നറിയുമോ ആയിഷ? ഇത് ശഅബാൻ 15 രാത്രിയാണ്. ഈ രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ ആയിഷ? അല്ലാഹു തആലയുടെ അടിമകളെ, ബനൂ കലബ് ഗോത്രത്തിലെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാത്രിയാണ് ആയിഷ. അപ്പോൾ എന്റെ ജന്നത്തുൽ ബഖീയിൽ അടക്കപ്പെട്ട എന്റെ ഹൃദയത്തിന്റെ തുടുപ്പുകളായ എന്റെ പ്രിയപ്പെട്ട സഹാബാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ഈ രാത്രി ഇറങ്ങി വന്നതാണ് ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ ഒരുപാട് സമയം തന്റെ സഹാബാക്കൾക്ക് വേണ്ടി നബി തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പൊറുക്കലിനെ തേടി, നരകമോചനം തേടി. അങ്ങനെ നബി തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്ത രാത്രിയാണ് എന്നുള്ള നിലയിൽ ഈ രാത്രി ലൈലത്തുൽ ശഫാഅയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് മഹത്വങ്ങളുള്ള രാത്രി അള്ളാഹു ഹയാത്താക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹ് തരുന്ന രാത്രി. ചോദിക്കണമല്ലോ, എന്തെല്ലാം പ്രിയമുള്ളവരെ നമുക്ക് ചോദിക്കാനുണ്ട്. എല്ലാം തികഞ്ഞവർ ആരുമില്ല, എല്ലാം പൂർണ്ണമായി കിട്ടിയവർ ആരുമില്ല. എല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അൻതുൽ ഫുഖറാഉ ഇലല്ലാഹ്. എല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാ. ഒരു ശ്വാസം എടുത്തത് വിടണമെങ്കിൽ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാ. നമ്മൾ എന്തോ സംഗതിയാണ്, സംഭവമാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ചില സമയത്ത് അള്ളാഹു തആല ചെറിയ ഡോസ് നമുക്ക് തരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആരുമല്ല എന്ന്. അല്ലേ? നമ്മൾ ആരുമല്ല നമുക്ക് അല്ലാഹു തആല അപ്പോൾ മനസ്സിലാക്കും. അങ്ങനെയുള്ള ബലഹീനരായ, ദുർബലരായ എനിക്കും നിങ്ങൾക്കും ഏകനായ ശക്തനായ അള്ളാഹുവിനോട് ആരോടും ഒരു ആവശ്യവുമില്ലാത്ത റബ്ബ്, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത റബ്ബ്, അവനോട് ചോദിക്കാനുള്ള ഒരു രാത്രിയാ. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ ദുആ, അള്ളാഹുവിനോടുള്ള ദുആ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ 3 യാസീൻ ഓതണം തിങ്കളാഴ്ച മഗ്രിബിന് ശേഷം ഇശാഇനിടയിലായിട്ട്. മഹത്തുക്കൾ പഠിപ്പിച്ച നന്മയാ. കാരണം യാസീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് മലയാളികൾക്ക് യാസീനുമായിട്ടുള്ള ഹൃദയബന്ധം അത് ഖൽബുൽ ഖുർആനാണ്. ഖുർആനിന്റെ ഹൃദയമാണ് യാസീൻ. ആ യാസീൻ മനസ്സിലില്ലാത്തവർ ആരും മലയാളികളായ മുസ്ലിമീങ്ങൾ ഉണ്ടാവില്ല. കാരണം നമ്മളുടെ മഹത്തുക്കള് പഴയ കാലം മുതലേ നമുക്ക് പഠിപ്പിച്ചിരുന്ന രീതിയാ. സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാസീൻ സൂറത്ത് ഏതൊരു ആവശ്യത്തിന് വേണ്ടി ഓതപ്പെടുന്നോ അത് അല്ലാഹു തആല സാധ്യമാക്കും. സംസം വെള്ളം പോലെയാണ്. സംസം വെള്ളം ഏതൊരു നിയ്യത്തോടെ കുടിക്കുന്നോ ആ കാര്യം സാധ്യമാകും എന്നതുപോലെ സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു, ഏതൊരു ആഗ്രഹത്തിന് ഓതപ്പെടുന്നോ അത് നടക്കും. അതുകൊണ്ടാണ് റിസ്കിൽ വിശാലത ഉണ്ടാകാൻ,
ആയുസ്സിൽ വിശാലതയുണ്ടാകാൻ നമ്മളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ബറാഅത്തിന്റെ രാവിൽ നമ്മൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാളേറെ നമ്മളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മളുടെ പൊന്നു ഉമ്മമാർക്ക് വേണ്ടി, പ്രിയപ്പെട്ട ഉപ്പമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം നമ്മളുടെ ഈമാൻ നമ്മളുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് കിട്ടിയതാണ്. അവരില്ലെങ്കിൽ നമ്മളില്ല. വർത്തമാനകാലം നമുക്കറിയാമല്ലോ. എക്സ് മുസ്ലിം എന്ന് പേരിട്ട ഒരുത്തൻ, സ്വയം എക്സ് മുസ്ലിം എന്ന് പേരിട്ട ഒരുത്തൻ, നിരീശ്വരവാദി, സവർണ ഫാസിസ്റ്റുകളുടെ കൊഴിലൂത്തുകാരനായ ഒരുത്തൻ, അവന്റെ സ്വന്തം മാതാവ് മരണപ്പെട്ടപ്പോൾ ലോകത്ത് ഇത്രയും മോശമായ വാക്കൊരു മകനും ലോകത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അത്രയും മോശമായ ഒരു മാതാവിന്റെ മരണത്തെ ആഘോഷിച്ച ഒരുത്തൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനാ. അവന്റെ മുന്നിൽ നമുക്ക് പറയാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഉമ്മയെ സ്നേഹിക്കലാണ്, ഉമ്മയെ ചേർത്ത് പിടിക്കലാണ്. വിശ്വാസി അല്ലെങ്കിൽ പോലും ഖുർആൻ പറഞ്ഞതാണ്, വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. ഏ മുസ്ലിമായവനെ, നിന്റെ ഉമ്മ ഒരുപക്ഷേ മുസ്ലിം അല്ലെങ്കിൽ പോലും ദുനിയാവിന്റെ കാര്യത്തിൽ അവർക്ക് നീ ഒരു കുറവ് വരുത്തരുത്. ദുനിയാവിന്റെ കാര്യത്തിൽ അവരോട് നീ അങ്ങേയറ്റം സ്നേഹത്തോടെ വാത്സല്യത്തോടെ പെരുമാറണം. അപ്പോൾ ഈ എക്സ് മുസ്ലിമിന് എന്താണ് ബോധം നഷ്ടപ്പെട്ടു പോയത്? അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലാണ്. അതുകൊണ്ട് ബറാഅത്തിന്റെ രാവിലെന്നല്ല, ഏത് ശ്രേഷ്ഠമായ രാവിലോ നമ്മൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ അതിനേക്കാളേറെ നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മളുടെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു യാസീൻ ഓതുമ്പോൾ നിങ്ങളുടെ നിയ്യത്ത്, എന്റെ മാതാപിതാക്കൾ അവർ ജീവിച്ചിരുന്നെങ്കിൽ ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി, അവർ മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി അല്ലാഹു തആല ഈ അമലുകളെല്ലാം വരുന്ന ശഅബാൻ 15ന്റെ പുണ്യരാവിൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇബാദത്തുകൾ കൊണ്ട് ധന്യമായി നമ്മളെ കാത്തിരിക്കുന്ന റമളാൻ അല്ലാഹ് നമ്മളെ എവിടേക്ക് എത്തിക്കുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ദിവസം ഒട്ടനവധി പ്രാവശ്യം, അല്ലാഹുവേ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണമെന്ന് ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട്, നാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട്, കണ്ണിനെ ശുദ്ധീകരിച്ചുകൊണ്ട്, ആത്മാവിനെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തീകരിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമകൾ പൂർത്തീകരിച്ച് നല്ല സന്തോഷത്തോടെ ആഫിയത്തോടെ റമളാനിലേക്ക് നമുക്ക് എത്തണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ.